കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ? ഇത് ഇംഗ്ലീഷ് ചോദിക്കും. ഇംഗ്ലീഷ് ഒക്കെ എനിക്കറിയാം, പക്ഷേ വേറൊരാളോട് സംസാരിക്കാൻ തുടങ്ങിയ ചെറുതായിട്ടൊന്ന് പേടിക്കും. കാരണം അവർക്ക് എന്നെക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് അറിയാമെങ്കിലോ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഈ പേടിയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പേടി മാറ്റാനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എത്രമാത്രം ഇംഗ്ലീഷ് അറിയാമെന്ന് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. Use your brains. സാമ്പാർ ബോയിലിംഗ് ഫോർ നോ റീസൺ. ഇല്ല. അപ്പൊ ഇപ്പൊ എന്താ പറ്റിയേ? നമുക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ ഇങ്ങനെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെ മാറ്റി പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റിയെന്നേ കൊള്ളായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ ഒരു കോഴ്സൊക്കെ തുടങ്ങിയാൽ നിങ്ങൾ ജോയിൻ ചെയ്യില്ലേ? ഉറപ്പായിട്ട് ചോദിച്ചു. ഓക്കെ, താങ്ക് യു ഗൈസ്. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലേലും ഭയങ്കര ബുദ്ധിയാണ്. അതിന് നീ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കണം. മലയാളം തന്നെ അറിയില്ല, പിന്നല്ലേ ഇംഗ്ലീഷ്. ട്രൈ. 2000 years later. ഇങ്ങോട്ട് വന്നേ നീ. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഭയങ്കര ബുദ്ധിയാണ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. നിനക്കിത് സിമ്പിൾ, നമുക്കിത് മതിലാടാ. Even if I don't look good, I'm smart. പറഞ്ഞൂടെ? കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ? ഇത് ഇംഗ്ലീഷ് ചോദിക്കും. ചിന്തിച്ചിട്ട് പറഞ്ഞാൽ ഈ എത്രാമത്തെ ആയിരിക്കും നിങ്ങൾക്കൊരു ടാസ്ക് തരുന്നത്. ഈ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണെങ്കിൽ എങ്ങനെ ചോദിക്കും? ഓർഡിനൽ സ്റ്റാറ്റസ് ഓഫ് കറന്റ് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. ഓർഡിനൽ സ്റ്റാറ്റസ് എത്രാമത്തേത് എന്നാണ് ഉദ്ദേശിച്ചത്. വേറെ രീതിയിലും ചോദിക്കാം. According to the chronological order of chief ministers in Kerala, which position do Pinarayi Vijayan have? അപ്പൊ ഇങ്ങനെയൊക്കെ രസകരമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനും ഇംഗ്ലീഷ് വേറൊരാളോട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും പറ്റുന്ന ഒരു കോഴ്സ് ലോഞ്ച് ചെയ്താൽ നിങ്ങളത് ജോയിൻ ചെയ്യുമോ? അല്ലെങ്കിൽ നിങ്ങൾ കൂടെയുള്ള ആർക്കെങ്കിലും അത് സജസ്റ്റ് ചെയ്യുമോ? ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യില്ലേ? സോ നിങ്ങൾ കണ്ടില്ലേ, നമുക്ക് പലപ്പോഴും തോന്നും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മളെക്കാളും നന്നായി ഇംഗ്ലീഷ് അറിയാം, അല്ലെങ്കിൽ അവർ ഭയങ്കര ഫ്ലുവൻ്റ് ആണ്, ഭയങ്കര ഗ്രാമാറ്റിക്കലി ബ്രില്യൻ്റ് ആണ്. സോ നമ്മൾ സംസാരിച്ചാൽ നമ്മളെ ജഡ്ജ് ചെയ്യുമോ, നേരെ പറയാനൊക്കെ പറ്റുമോ, പറഞ്ഞാൽ ഇനി തെറ്റാവോ, ഇങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ടും ഇവിടെ തീർന്നു. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്കും ഈ കോൺഫിഡൻസിൻ്റെ കുറവുണ്ട്. സോ ഇംഗ്ലീഷ് നന്നായി പഠിക്കാൻ, രസകരമായി പഠിക്കാനും ഒപ്പം തന്നെ ഇംഗ്ലീഷിൻ്റെ ഫ്ലുവൻസി പ്ലസ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കൂട്ടാനും മാത്രമല്ല റീഡിംഗ്, റൈറ്റിംഗ്, ഗ്രാമർ ഇവയെല്ലാം കൂടി ചേർത്ത് സൈലം ബാങ്കിങ് നിങ്ങൾക്കായി ഒരുക്കുകയാണ് ഇംഗ്ലീഷ് പ്രോ ബാച്ച്. ഈ ബാച്ചിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വളരെ രസകരമായി ഗ്രാമർ മാത്രമല്ല റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് സ്കിൽസ് റെഡിയാക്കി എടുക്കാൻ പറ്റും, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ഒട്ടും ലേറ്റ് ആക്കണ്ട. ഈ വരുന്ന സെപ്റ്റംബർ 6 മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ഇംഗ്ലീഷ് പ്രോ ബാച്ചിൽ കാണാം.